3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ എന്തിനാണ് ഈ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത്? അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? അതിൽ ഒട്ടും നിഷ്കളങ്കമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രതിപക്ഷം പ്രധാനമായിട്ടും വിമർശനം ഉന്നയിക്കുന്നത്. അതിലെന്താണ് തെറ്റ്? ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരം കുറുക്കത്തരവും, എല്ലാത്തരം കള്ളത്തരവും അവർ കാണിക്കും സീറ്റ് ലഭിക്കാനായിട്ട്. അത് നമ്മുടെ ചരിത്രം അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ വളരെ നിഷ്കളങ്കമായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റും. നമ്മുടെ ചരിത്രം അങ്ങനെയല്ല. ഉം. അത് ഇന്ത്യയുടെ ചരിത്രം, ശ്രീരാമൻ്റെ ചരിത്രം, ധർമ്മത്തിൻ്റെ ചരിത്രം കൂടെ. ഉം. മോഡിയുടെ പ്രവൃത്തികൾ പലതും മോഡിക്ക് നല്ലതായിരിക്കും, ബി ജെ പിക്ക് നല്ലതായിരിക്കും, അധികാരം കിട്ടാൻ ശ്രമിക്കുന്ന ബി ജെ പിക്കാർക്ക് നല്ലതായിരിക്കും, സ്ഥാനമാനങ്ങൾ കിട്ടാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ധർമ്മത്തിന് നല്ലതല്ല, ഇന്ത്യയിലെ സാധാരണക്കാരന് പറ്റുന്നതല്ല. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ വെടിവയ്പ്പിൽ കുറേ പേർ ഇന്ത്യക്കാർ മരിച്ചിട്ടുണ്ട്. അത് മോഡിയാണ് ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി. ഇന്ത്യൻ പൗരൻ്റെ സംരക്ഷണത്തിൻ്റെ ചുമതല ഏറ്റെടുക്കേണ്ടത് നമ്മളാണ്. ഇറാൻ നമ്മുടെ സുഹൃത്താണെന്ന് പറയുന്നു, നമുക്ക് വേണ്ട സംരക്ഷണം എല്ലാം നൽകും. നമ്മുടെ 2-3 കപ്പലിങ്ങി വിട്ടപ്പോൾ നമ്മുടെ ഇവിടുത്തെ പത്രങ്ങളും മാധ്യമങ്ങളെല്ലാം കണ്ടോ മോഡിയുടെ കഴിവ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് മോഡിയുടെ കഴിവാണെങ്കിൽ, നമുക്ക് കപ്പലുകൾ ഇങ്ങോട്ട് കിടത്തിയത് മോഡിയുടെ കഴിവാണെന്നുണ്ടെങ്കിൽ, ഇന്നലെ 2 കപ്പലുകൾക്കിട്ട് വെടി കിട്ടിയത് മോഡിയുടെ കഴിവുകേടാണെന്നൂടെ പറയാനുള്ള മനസ്ഥിതി നമുക്ക് വിമർശകർക്ക് വേണം. അല്ലെങ്കിൽ നമ്മൾ കേവലം മോഡിയുടെ ആരാധകരായിട്ട് മാറും. ആരാധകരായി കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ പുറകെ കാരണഭൂതനൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിടക്കുന്ന ആ ലെവലിലേക്ക് നമ്മളിവിടെ താഴുകയാണ്. അങ്ങനെ താഴേണ്ട ആവശ്യം ഇല്ല. ഒരു ചിന്തിക്കുന്ന, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അങ്ങനെ താഴേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മോഡിയല്ല താഴുന്നത്. യഥാർത്ഥത്തിൽ മോഡിയെ ആ രീതിയിൽ ആക്കിയെടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. PM ഇവിടെ ചീഫ് മിനിസ്റ്ററുടെ CMO എന്ന് പറഞ്ഞാൽ PMO അല്ലെങ്കിൽ അമിത്ഷായൊക്കെ ഉൾപ്പെട്ടൊരു വിങ്. ഈ താങ്കൾ സൂചിപ്പിച്ച ഈ ബില്ലിനെക്കുറിച്ച് തന്നെ പറയാം, വനിതാ സംവരണ ബില്ല്. ഈ വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ച അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും സംസാരിച്ചിരിക്കുന്നത് 2 പേരാണ്. അതിൻ്റെ കൂടുതലായിട്ട് സംസാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്, മോഡിയാണ്. ഇത് പാസ്സാക്കി അവതരിപ്പിച്ച് ഈ ബില്ല് പാസ്സാക്കിയെടുക്കുക ഉത്തരവാദിത്തം ആരെ ഏൽപ്പിച്ചു? മോഡിയെ ഏൽപ്പിച്ചു. ഇത് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരാജയത്തിൻ്റെ കാരണക്കാരനാരൊക്കെ മാറ്റി? മോഡിയെ മാറ്റി. അപ്പോൾ മോഡിയുടെ സ്റ്റേച്ചർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആരോ BJPയിലുണ്ട്. പിണറായി വിജയനെ കൊണ്ട് ഈ മണ്ടത്തരങ്ങളെല്ലാം കാണിച്ച പോലെ, ഈ ചുടിയോർ കുട്ടിക്കറുക്കനോട് വാരിച്ചു എന്ന് പറയുന്ന പോലെ, മോഡിയെ കൊണ്ട് ഈ മണ്ടത്തരങ്ങൾ പറയാനും ചെയ്യിപ്പിക്കാനും താല്പര്യമുള്ള BJPയിൽ മോഡിയുടെ അസാന്നിധ്യം ആഗ്രഹിക്കുന്ന, അല്ലെ അസാന്നിധ്യത്തിൽ തങ്ങൾക്ക് അധികാരം കിട്ടുമെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതാണ് സംഭവം. അല്ല, ഇപ്പം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഇതെന്തിന് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു? അത് BJPക്ക് ലാഭം ഉണ്ടാക്കാനല്ലേ എന്നതാണല്ലോ വിമർശനം. ഇതിലെന്തിനാണ് കോൺഗ്രസ് അപ്പം BJPയെ ഭയപ്പെടുന്നു എന്നുള്ളതല്ലേ? പ്രതിപക്ഷ പാർട്ടികൾ BJPയെ ഭയപ്പെടുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ യഥാർത്ഥ സംഗതി? അല്ല, കോൺഗ്രസിന് അടിക്കാൻ പാകത്തിൽ പാവം പിടിച്ച മോഡിയെ ഇത്തരം കാര്യങ്ങൾ പറയിപ്പിച്ച് പാർലമെൻറ്റിലേക്കും ജനങ്ങളിലേക്കും വിടുകയാണ്. മമത ഇന്നലെ പറഞ്ഞ മറുപടി കേട്ടില്ലേ? നിങ്ങൾ ആണാണെങ്കിൽ എവിടെ വന്നാൽ പാർലമെൻറ്റിൽ നിങ്ങൾ സംസാരിക്കുക, ഇന്ത്യ പാർലമെൻറ്റിൽ സംസാരിക്കുക. അവർ എത്ര MP മാരുണ്ട്, തൃണമൂലിൽ എത്ര MP മാരുണ്ട്? എന്ത് ഇന്നലെ വരെ കൊടുക്കാത്ത, BJP കൊടുക്കാത്ത ഇന്ത്യ? തൃണമൂൽ അതിൻ്റെ ഇരട്ടി കൊടുത്തല്ലോ. 17, 18, 19 വരെ ഉണ്ട് അവർക്ക്. അത്രയും വനിതാ MP എന്ത് BJPക്ക് ഇല്ലാതെ പോയി. എന്നിട്ട് അവർ എന്താ മമതാ ബാനർജിയോട് പറയുക, നിങ്ങളിവിടെ പെണ്ണുങ്ങളെ നശിപ്പിക്കുകയാണ്. അവിടെയാണ് ഈ കുഴപ്പം. ഏറ്റവും കൂടുതൽ വനിതകൾക്ക് അംഗീകാരം കൊടുത്ത തൃണമൂലിൻ്റെ പാർട്ടി ബംഗാളുണ്ട് ഉള്ളപ്പം ഇവിടെ മോഡി പറയുക നിങ്ങൾ വനിതകളെ അവഗണിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ സംസാരിച്ചതാണ്. അപ്പോൾ അതിൽ താങ്കൾ തന്നെ പറഞ്ഞതാണ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് 2011 എന്തിന് പരിഗണിക്കുന്നു സെൻസസ് ആയിട്ട്? 2027 അത് കംപ്ലീറ്റ് ആവും. നിലവിൽ സെൻസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പരിഗണിച്ചാൽ പോരെ. പിന്നൊന്നെന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ആനുപാതികമായിട്ട് 50% സീറ്റ് നൽകണം. ഇത് രണ്ടും അമിത്ഷാ സമ്മതിച്ചു. പിന്നെയും എന്തുകൊണ്ട് ഇതിന് വഴങ്ങുന്നില്ല? ഈ 50% സീറ്റ് നൽകണം എന്ന് പറഞ്ഞ് രേഖാമൂലം പറഞ്ഞിട്ടില്ല. അത് ബില്ലായിട്ട് അവതരിപ്പിക്കട്ടെ പാർലമെൻറ്റിൽ. ബില്ലായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോൾ അത് സമ്മതിച്ചു. അമിത്ഷാ പറഞ്ഞത് എനിക്ക് 1 മണിക്കൂർ സമയം തരൂ, ഞാൻ ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം, എത്രയോ പാർലമെൻറ്റിൽ എത്രയോ ദിവസങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് അവകാശപ്പെട്ടിട്ടുണ്ട്. എല്ലാ പാർട്ടികളും പറഞ്ഞിട്ടുണ്ട് 50% എല്ലാവർക്കും വേണം, അങ്ങനെയാണ് കുഴപ്പമില്ല. എന്തേ ലാസ്റ്റ് മിനിറ്റ് തോന്നി ഇത് പാസ്സാകിയേല എന്ന് തോന്നിയപ്പോൾ മാത്രം അമിത്ഷായ്ക്ക് തോന്നി അതിൻ്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ട്. തൽക്കാലം ഇവിടെ ഒന്ന് രക്ഷപ്പെടുക, അതിനുള്ളൊരു വയ്യവിട്ടെന്ന് മാത്രമാണ് ഈ 50% സത്യസന്ധമായിട്ട് പറഞ്ഞതല്ല. ഇപ്പോൾ 50% കൊടുക്കാമെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞതല്ല. അല്ല, സത്യസന്ധത നമ്മളെങ്ങനെയാണ് അത് അളക്കുന്നതാ? ഇപ്പോൾ അല്ല നേരത്തെ പറയായിരുന്നു
ഇപ്പം ഇന്നലെ വരെ ഞാൻ വിശന്ന് വെള്ളം കുടിച്ച് ചാകാൻ കിടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം തരാത്തത് ഞാൻ ചത്തു എന്ന് ഉറപ്പായി കഴിയുമ്പോൾ എൻ്റെ വായിലേക്ക് 2 തുള്ളി വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് അല്ല, ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സത്യസന്ധത ഇല്ല അല്ല, അതുകൊണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് വേണ്ട അല്ല അങ്ങനെയാണ് സംഭവിച്ചു. ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്താണ് സത്യസന്ധതയൊന്നും ദയവ് ചെയ്തിട്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ട് പറയല്ലേ, അത് പറയല്ലേ. തീർച്ചയായും ഞങ്ങൾ ചോദിക്കട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ ഭയങ്കര താങ്കൾ പറഞ്ഞ സംഭവിച്ചു. ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ വളരെ സുതാര്യവും സത്യസന്ധവുമായി കറകളഞ്ഞ ആരാളുള്ളത്? അപ്പോൾ പിന്നെ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്താലും കുഴപ്പമില്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് എനിക്ക് വോട്ട് ചെയ്യാമല്ലോ. ബി ജെ പിക്ക് വോട്ട് ചെയ്യാം, കോൺഗ്രസിന് വോട്ട് ചെയ്യാം, CPM വോട്ട് ചെയ്യാം, SUCക്ക് വോട്ട് ചെയ്യാം, PFIക്ക് വോട്ട് ചെയ്യാം, SDP ആർക്ക് വോട്ട് ചെയ്യാം, ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യാം. താങ്കൾ പറഞ്ഞതനുസരിച്ച് എല്ലാ പാർട്ടിയും ഒരുപോലെയാണ് എന്നുള്ള വാദമാണെങ്കിൽ ആർക്കും എനിക്ക് വോട്ട് ചെയ്യാമല്ലോ. BJP ഭരണം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല, നരേന്ദ്രമോദിന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. എത്രയോ നേതാക്കന്മാർ നസ്രുദ്ദീൻ ഓവൈസിയോ ഇവിടെയുള്ളത് എന്താണ്, ഈ 50% എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകാം എന്ന് പറഞ്ഞു. 2027 പരിഗണിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് 1 മണിക്കൂർ സമയം തരൂ, ഞാനിത് ഡ്രാഫ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം എന്നൊക്കെയാണ് അമിത്ഷാ പറഞ്ഞത്. എന്തുകൊണ്ട് ഇതിനെ അംഗീകരിക്കുന്നില്ല? അതിപ്പോൾ അംഗീകരിക്കാത്ത ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി എന്നുള്ളതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് തോന്നിയാലോ? ഇപ്പോൾ 830 സീറ്റുകളിലായിട്ട് ഉയരുമെന്നുള്ളതാണല്ലോ ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ. സെൻസസ് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സംവരണം ഉണ്ടല്ലോ, ഈ സ്ത്രീ സംവരണം, ഇത് നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഡീലിമിറ്റേഷൻ നടത്തിയേ പറ്റുള്ളൂ. അല്ല, ആ മെത്തേഡ് ഓഫ് ഡീലിമിറ്റേഷനെ കുറിച്ച് ആർക്കും എതിരില്ല. മെത്തേഡ് ഓഫ് ഡീലിമിറ്റേഷൻ എനിക്ക് അനുകൂലമായിട്ട് മാത്രമേ ഡീലിമിറ്റേഷൻ. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് 6000-7000 വോട്ടേ ഉള്ളൂ BJP ജയിച്ചിടത്ത്. ഇപ്പോൾ പിണറായി വിജയനുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളപ്പോൾ അത് മാത്രം പഠിച്ചാൽ മതി. BJP കൗൺസിലർമാർ ജയിച്ചിടത്ത് പലയിടത്തും 10000, 7000, 8000 വോട്ടേ ഉള്ളൂ. അതേസമയം മറ്റ് പാർട്ടികൾക്ക് മത്സരിക്കേണ്ട കൗൺസിലുകളിലെല്ലാം കോൺഗ്രസ് ഉൾപ്പെടെ 12000, 14000 വോട്ടാണ്. അപ്പോൾ ഈ 14000 വോട്ടിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനും 8000 വോട്ടിൻ്റെ കൗൺസിലർക്കും ഒരേ വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അസംബ്ലി. എന്നിട്ട് BJP ജയിച്ചെന്ന് പറയുകയും അല്ല. ഇത് പ്രതിപക്ഷം ഉന്നയിച്ച മെത്തേഡിലെ പ്രശ്നം എന്താ? 2011 മാറ്റിയിട്ട് 2027 ആക്കണം സെൻസസിന്റെ. അതിന്റെ അടിസ്ഥാനത്തിൽ പറയണം പുതിയത്. ഓക്കെ, അത് അംഗീകരിച്ചു. പിന്നെന്താണ്, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അല്ല ഒരു പ്രാമുഖ്യം ഉണ്ടാവില്ല. ഹിന്ദി ഹാർട്ട്ലൈൻസിന് മാത്രമായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. അത് സൗത്ത് ഇന്ത്യ ഒന്നും അല്ലാതായി പോകും എന്നുള്ളൊരു വിഷയം ഉന്നയിച്ചിട്ടുണ്ടായി. അതും അംഗീകരിച്ചു. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങൾക്കും 50% രീതിയിൽ ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ ഒരു സാമാന്യ ലോജിക്ക് അനുസരിച്ചിട്ട് അതും ഓക്കെ ആക്കി. ഇതാണല്ലോ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മെത്തേഡ്, പ്രശ്നം ഉണ്ടായിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അത് പരിഹരിച്ചല്ലോ. വേറെ എന്താണ് ഇതിൽ പ്രശ്നം? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, മെയ് 4 ഇലക്ഷൻ വോട്ടെണ്ണുന്നത്. വോട്ടെണ്ണുമ്പോൾ ട്രെൻഡ് തീരുമല്ലോ. അവിടെ എന്തുകൊണ്ട് ആ മെയ് 4 തീയതി വരെ ഒന്നാമത് കാത്തിരിക്കാം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു വില്ലേജ് ഓഫീസിലൊന്ന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, അല്ലെ നമ്മുടെ ആസാമിലെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് കേരളത്തിൽ വോട്ട് എണ്ണാതിരിക്കുന്നതിൻ്റെ യുക്തിയില്ല. ഇലക്ഷനെ സ്വാധീനിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസോ റിസൾട്ടുകളോ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇലക്ഷനെ സ്വാധീനിക്കുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണെന്നുള്ള രീതിയിൽ എൻ്റെ ഒരു സംശയം കേട്ടോ, ഇലക്ഷനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അതിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭയപ്പെടുന്നു. കാരണം കൂടുതൽ വോട്ടുകൾ BJPയുടെ പെട്ടിയിൽ വീഴും എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഭയം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കേ, അതിൻ്റെ തൊട്ട് തലേ ദിവസമോ അല്ലെങ്കിൽ എത്രയോ പാർട്ടികൾ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ പോലുള്ള പൈസ അക്കൗണ്ടിലേക്ക് വരുന്ന, ഇപ്പൊ പിണറായി വിജയൻ തന്നെ 2 മാസത്തെ, അത് ശരിയെന്നാണ് പറയുന്നത്. അല്ല 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച്. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പത്രിക എന്തായിരുന്നു? ഇലക്ഷൻ സമയത്താണ് അത് പ്രഖ്യാപിച്ചത്. എന്തായിരുന്നു? ആളുകളെ മനം മയപ്പിക്കുന്ന സ്വാധീനിക്കുമല്ലോ അത് ഇലക്ഷനെ. എങ്ങനെ അതെല്ലാരും കൊടുക്കുന്നു പറയുന്നത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടക്കിൽ തട്ടിപ്പാണ്. ഗൗതം മോഡി പറഞ്ഞോട്ടെ, ഞങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ, ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന നിയമം നടപ്പാക്കുമെന്ന് പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. ഇനി താങ്കൾക്ക് അറിയുമെന്നറിയില്ല, പണ്ട് കാലത്ത് രജിസ്റ്റേർഡ് പാർട്ടികളിലെ എല്ലാ റെക്കഗ്നൈസ്ഡ് പാർട്ടികൾക്കും ഓൾ ഇന്ത്യ, എന്നാൽ ദൂരദർശൻ പോലും പിന്നെ ലാസ്റ്റാകുന്നത്, ദൂരദർശനിലും ഓൾ ഇന്ത്യ റേഡിയോയിലും രാഷ്ട്രീയ നിലപാടുകൾ പറയാൻ ഈക്വൽ 1/2 മണിക്കൂർ വീതം ഓരോ പാർട്ടിക്കും കൊടുക്കുമായിരുന്നു, ചർച്ച ചെയ്യാനുള്ള സമയം കൊടുക്കുമായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം മോഡി വനിതാ ബില്ലിനെ പറ്റി പറയാൻ വേണ്ടി മോഡി പറയുമ്പോൾ മറ്റാരുടെയെങ്കിലും അപ്പോൾ പറയണം രാഹുൽ ഗാന്ധിക്കും കൊടുക്കണം, ഈക്വലായിട്ട് സമയം കൊടുക്കണം. പാർലമെൻറ്റിൽ അംഗത്തുള്ള പാർട്ടികൾക്കെല്ലാം കൊടുക്കണം ന്യായമായിട്ട്. എങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവെന്നുള്ള രാഹുൽ ഗാന്ധിക്ക് കൊടുക്കണ്ടേ? സംസാരിച്ചല്ലോ. എപ്പോൾ സംസാരിച്ചു? പാർലമെൻറ്റിലല്ലേ, ദൂരദർശനിലും ഇതിൽ കൂടെ പറഞ്ഞില്ലേ, ഹമാര ദിയെ എന്ന് പറഞ്ഞാൽ. അത് രാഹുൽ ഗാന്ധിയോട് അങ്ങനെ പറയാനുള്ള അവസരം കൊടുക്കണ്ടേ?
ബെട്ടിയെ വെച്ച് ഉം. പറയാമല്ലോ. ഉം. അത് അവസരം കൊടുക്കാതെ ഒരാൾ മാത്രമല്ലേ എടുക്കുന്നത്. അത് അൺഈവൻ പാർലമെന്ററി പ്രാക്ടീസാണ്. ഉം. തുല്യ പാർലമെന്ററി പ്രാക്ടീസ് ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ തുല്യ ലെവലിൽ മത്സരിക്കാൻ ഇറങ്ങണം. സൗകര്യങ്ങൾ വോട്ട് കിട്ടണമെന്നില്ല, സൗകര്യങ്ങൾ വേണം. എനിക്കിപ്പോൾ 10 മിനിറ്റ് പ്രസംഗിക്കാൻ തന്നാൽ താങ്കൾക്കും 10 മിനിറ്റ് പ്രസംഗിക്കാൻ കിട്ടണം. അതാണ് പാർലമെൻ്ററി ഡെമോക്രസിയുടെ അന്തസത്ത. പക്ഷേ ഇവിടെ മോഡി മാത്രമേ പറഞ്ഞിട്ടുള്ളത്, വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അതിനെ പേരിട്ട് ജനാധിപത്യം എന്ന് വിളിക്കരുത്, പെണ്ണുങ്ങളുടെ നന്മയ്ക്കാന്ന് പറയരുത്. അതാണ് ഏറ്റവും വലിയ വഞ്ചന. അതിൻ്റെ പെണ്ണുങ്ങൾക്ക് ഒന്നും പ്രയോജനം കിട്ടുന്നതുകൊണ്ടില്ലെന്ന് അറിയത്തില്ല. ഇപ്പോൾ കൊടുക്കത്തില്ലേ മോഡിയുടെ പാർലമെൻറ്റിൽ ഇപ്പോൾ മത്സരിക്കുന്ന അടുത്ത അസംബ്ലി സീറ്റിൽ പെണ്ണുങ്ങൾക്ക് ഒരു 10 സീറ്റ് കൂടുതൽ കൊടുക്കാനേ. ബംഗാളിൽ കൊടുത്തോ അല്ലെങ്കിലും കൊടുക്കുക, ഇത് കൊടുക്കാത്ത. അപ്പോൾ ഇത് പറയണമെങ്കിൽ അതിനുള്ള ധാർമ്മികമായ അവകാശം, രാഷ്ട്രീയത്തിലെ ആർഗ്യുമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് ധാർമ്മിക അവകാശം. മോഡിയുടെ ബലം എന്ന് പറഞ്ഞാൽ മോഡി ഇവിടുത്തെ മറ്റ് നേതാക്കന്മാരെല്ലാം പുറകോട്ട് പോയപ്പം ഇന്ത്യക്ക് ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ മോഡി ശ്രമിച്ചു. ആ ലീഡർഷിപ്പ് കൊടുക്കാൻ മോഡിക്ക് പറ്റും എന്നൊരു ധാരണ ജനറേറ്റ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നേടിയ നേട്ടമാണ് BJPക്ക്. ഈ ധാർമ്മികതയൊക്കെ ഏതോ കാലത്ത് വേണ്ട, സംഭവിച്ചു, രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ ഇല്ലാതായി. എങ്കിൽ താൻ ആ യോഗി ആദിത്യനാഥിനെ സ്വാമിമാരെ അതൊക്കെ വെറും ഇതാണ് ധാർമ്മികത. ഒരു ധാർമ്മികതയും അതായത് ഇവിടെ അല്ലല്ല സാറേ, ഞാനൊരു റിയാലിറ്റി പറയുക. ഇവിടെ ഒരു ധാർമ്മികതയില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഇവിടെ എന്താണ് കുതന്ത്രങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയും ബുദ്ധിപരമായിട്ട് എങ്ങനെ തങ്ങളുടെ പെട്ടിയിലേക്ക് വോട്ട് മാറ്റാൻ പറ്റും, അതെല്ലാം ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സംഭവം മാത്രമേ അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അത് ഞാൻ സംഭവിച്ചിരിക്കും. അപ്പൊ ഇവിടെ നമുക്കൊന്നും തർക്കമില്ല. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് BJP ഉപയോഗിച്ചിരിക്കുന്ന ടാക്ടിക്സ് എന്ന് പറയുന്നത് തന്ത്രമാണ്, കൃത്യമായിട്ടുള്ള ബുദ്ധിയാണ്. അല്ല, അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പ്രതിരോധിക്കാനുള്ള അവകാശം കോൺഗ്രസിനില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് പറഞ്ഞ അതാണ്. പക്ഷെ ഇത് ദൂരഭാഗമായിട്ട് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. അത് ഇപ്പൊ പറയാൻ പറ്റില്ല. അത് നന്നായിട്ട് നടപ്പാക്കില്ലേ രാജ്യത്തിന് മൊത്തം ക്ഷീണാവും എന്നാ ഞാൻ പറയുള്ളൂ. എന്തായാലും സ്ത്രീകളെ എല്ലാവരും കൂടി പറ്റിച്ചിരിക്കുകയാണ്. ഇതിപ്പോ ഒരു എന്താണ്, സ്ത്രീകളെ പറ്റിച്ചിട്ടില്ല. അല്ല എന്താണ് ഇനി ഭാവിയിലുള്ള വഴി എന്താണ്? തീർച്ചയായിട്ടും ഡീലിമിറ്റേഷൻ നടത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും അതിലൂടെ മാത്രമേ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റൂ. വരട്ടെ, നോക്കാം.